ചന്ദ്രദിന ക്വിസ് പാർട്ട് 2. ചൊവ്വയിൽ ജീവൻ്റെ സാന്നിധ്യം നേടി 2011 നാസ വിക്ഷേപിച്ച പേടകം. ക്യൂരിയോസിറ്റി. പ്രപഞ്ചം വികസിക്കുകയാണ് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. എഡ്വിൻ ഹബിൾ. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം. ശുക്രൻ. കടലിലെ മാറ്റങ്ങൾ പഠിക്കാൻ 2012 ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹമേത്? GSAT-10. സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം 500 സെക്കൻഡ്, 8.2 മിനിറ്റ്. കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹമേത്? ഫോബോസ്. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം ആരുടെ രചനയാണ്? സ്റ്റീഫൻ ഹോക്കിംഗ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം? ഹൈഡ്രജൻ. പ്രപഞ്ചോൽപത്തി, വികാസം എന്നിവയെ കുറിച്ചുള്ള പഠനശാഖ? കോസ്മോളജി. 2 ഉപഗ്രഹങ്ങളുള്ള ഗ്രഹമേത്? ചൊവ്വ. 2016 വ്യാഴത്തിൻ്റെ ഭ്രമണപഥത്തിൽ എത്തിയ അമേരിക്കൻ ഉപഗ്രഹമേത്? ജൂനോ. ISROയുടെ പൂർണ്ണരൂപം? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ചന്ദ്രൻ ഒരു വട്ടം ഭൂമിയെ ചുറ്റാൻ എടുക്കുന്ന സമയം? 27 ദിവസം 7 മണിക്കൂർ 43 മിനിറ്റ്. ISROയുടെ ആദ്യ ചെയർമാൻ? വിക്രം സാരാഭായ്. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയപ്പോൾ വാഹനം നിയന്ത്രിച്ചതാര്? മൈക്കൽ കോളിൻസ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപഗ്രഹം? ടൈറ്റൻ, ശനി. ഇന്ത്യയുടെ ആദ്യത്തെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏത്? ഭാസ്കര 1. ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ എത്തുമ്പോഴുള്ള ഗ്രഹണം? സൂര്യഗ്രഹണം. നിലവിലെ ISRO ചെയർമാൻ? ഡോക്ടർ S. സോമനാഥ്. കേരളത്തിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം? തുമ്പ, തിരുവനന്തപുരം. ആധുനിക ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? ഗലീലിയോ ഗലീലി. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹമേത്? ആപ്പിൾ. ഇന്ത്യയുടെ രണ്ടാമത്തെ കൃത്രിമോപഗ്രഹമേത്? ഭാസ്കര 1. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമേത്? നൈട്രജൻ. ഏറ്റവും കൂടുതൽ കാലം ISRO ചെയർമാനായ വ്യക്തി? സതീഷ് ധവാൻ. ഭൂഗുരുത്വാകർഷണ ബലം കണ്ടെത്തിയത് ആര്? സർ ഐസക് ന്യൂട്ടൺ. ഏറ്റവും കൂടുതൽ കാലം ISRO ചെയർമാനായ വ്യക്തി? സതീഷ് ധവാൻ. ISROയ്ക്ക് വേണ്ടി ഇന്ത്യയിലെ ഒരു സർവകലാശാല നിർമ്മിച്ച ആദ്യ ഉപഗ്രഹം? അനുസാറ്റ്. ആര്യഭടീയം എന്ന ജ്യോതിശാസ്ത്ര ഗ്രന്ഥത്തിൻ്റെ രചയിതാവ്? ആര്യഭടൻ. സൂര്യനാണ് പ്രപഞ്ച കേന്ദ്രം എന്ന് ആദ്യമായി പ്രസ്താവിച്ചത് ആര്? കോപ്പർനിക്കസ്. ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ വാഹനമേത്? SLV-3. സമുദ്രപഠനത്തിന് മാത്രമായുള്ള ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം? OceanSat-1.
ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ നിലയം. സല്യൂട്ട് 1. ഭൂമിയിൽ നിന്നും അമേരിക്ക വിക്ഷേപിക്കപ്പെട്ട ആദ്യ കൃത്രിമോപഗ്രഹം ഏത്? എക്സ്പ്ലോറർ 1. ഭൂമിയിൽ നിന്ന് വിജയകരമായി വിക്ഷേപിക്കപ്പെട്ട ആദ്യ കൃത്രിമോപഗ്രഹം ഏത്? സ്പുട്നിക് 1. ISROയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെ? തുമ്പ. ISROയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം? ശ്രീഹരിക്കോട്ട. ISRO നിലവിൽ വന്ന വർഷം? 1969 ഓഗസ്റ്റ് 15. സോവിയറ്റ് യൂണിയൻ്റെ മനുഷ്യവാഹിയല്ലാത്ത ചാന്ദ്ര ദൗത്യം? ലൂണ. ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ പേടകം? ലൂണ 9. ഏറ്റവും ഊഷ്മാവ് കൂടിയ ഗ്രഹം ഏത്? ശുക്രൻ. വ്യാഴത്തെ ചുറ്റിയ ഒരേയൊരു ബഹിരാകാശ വാഹനം ഏത്? ഗലീലിയോ ഓർബിറ്റർ. സൂര്യനിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയ മൂലകം ഏതാണ്? ഹൈഡ്രജൻ. നക്ഷത്രത്തിലേക്കുള്ള ദൂരം അളക്കുന്ന മാനം ഏത്? പ്രകാശവർഷം. ഇന്ത്യയുടെ ചൊവ്വ പര്യവേഷണ ദൗത്യം? മംഗൾയാൻ. സുനാമിക്ക് കാരണം എന്താണ്? സമുദ്രത്തിലുണ്ടാകുന്ന ഭൂകമ്പം. ഹാലിയുടെ വാൽനക്ഷത്രം അവസാനം പ്രത്യക്ഷപ്പെട്ട വർഷം? 1986. ഏതു വാഹനത്തിലാണ് ലൈക്ക എന്ന നായയെ ബഹിരാകാശത്തേക്ക് അയച്ചത്? സ്പുട്നിക് 2. നിരവധി രാജ്യങ്ങളുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിക്കുന്ന ബഹിരാകാശ നിലയം ഏത്? ഇന്റർനാഷണൽ സ്പേസ് സെന്റർ. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം? തുമ്പ. ഫസ്റ്റ് മെൻ ഓൺ മൂൺ എന്ന കൃതിയുടെ രചയിതാവ്? ഈ ചോദ്യത്തിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യൂ.